നമസ്കാരം. ഹമാസ് ആയുധ വിഭാഗത്തിന്റെ വക്താവ് അബു ഉബൈദ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഹമാസ് സൈനിക വക്താവ്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഫുദൈഫ അബ്ദുള്ള അൽ കഹ്ലൌത്ത് എന്ന അബു ഉബൈദ കൊല്ലപ്പെട്ടെന്നാണ് സൈനിക വക്താവ് തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഓഗസ്റ്റ് 31-ന് ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ നേരത്തെ ഈ അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും ഹമാസ് ഇതുവരെ നിശബ്ദത പാലിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഹമാസ് ഇയാൾ കൊല്ലപ്പെട്ട കാര്യം സ്ഥിരീകരിക്കുന്നത്. ടെലിഗ്രാം ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് അൽ ഖസാം ബ്രിഗേഡ് തങ്ങളുടെ സുപ്രധാന വക്താവിന്റെ വധം സ്ഥിരീകരിച്ചത്. ഗസ സിറ്റിയിലെ റിമാലിൽ അപ്പാർട്ട്മെന്റിൽ നടത്തിയ ബോംബിംഗിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. വർഷങ്ങളായി ഖസാമിലെ വാർത്തകൾ മുഖം മറച്ച് വീഡിയോ വഴി പുറത്തുവിട്ടിരുന്നത് അബു ഉബൈദ എന്ന പേരിലാണ്. മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഉബൈദയുടെ മുഖം മറയ്ക്കാത്ത ചിത്രവും ഹമാസ് പങ്കുവച്ചിട്ടുണ്ട്. യുദ്ധകാലത്ത് ഹമാസിന്റെ നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും പുറത്തുവിട്ടിരുന്നത് ഉബൈദായിരുന്നു. കണ്ണുകൾ മാത്രം കാണുന്ന വിധത്തിൽ മുഖം മറച്ച് സൈനിക വേഷത്തിലെത്തി വീഡിയോ പ്രസ്താവനകൾ നൽകിയിരുന്നു. ജീവിച്ചിരുന്ന ബന്ദികളെ തങ്ങളുടെ പിടിയിൽ തന്നെ നിർത്താൻ പരമാവധി ശ്രമിക്കുമെന്നും മരിച്ച ബന്ദികളുടെ അവശിഷ്ടങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്നും ഇസ്രായേലിനെ പ്രകോപിച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഒക്ടോബർ 7-ലെ കൂട്ടുകളെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ഇയാൾ അവസാന വീഡിയോയിൽ രംഗത്ത് വന്നത്. അനീതി, അടിച്ചമർത്തൽ, ഉപരോധം, അൽ അക്സയ്ക്കും നമ്മുടെ ജനതയ്ക്കുമെതിരായ എല്ലാത്തരം ആക്രമണങ്ങൾക്ക് മുമ്പുള്ള ഒരു വലിയ സ്ഫോടനമായിരുന്നു ഒക്ടോബർ 7-ലെ കൂട്ടക്കൊല. എല്ലാ അതിർവരമ്പുകളും, എല്ലാ ആഹ്വാനങ്ങളും, മുന്നറിയിപ്പുകളും അവഗണിച്ച എല്ലാ കരാറുകളും കാറ്റിൽ പറത്തിവിട്ട ആക്രമണമായിരുന്നു അതെന്നായിരുന്നു തൻ്റെ അവസാന പ്രസംഗത്തിൽ അബു ഉബൈദ പറഞ്ഞിരുന്നത്. ഇസ്രായേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള അവകാശമുണ്ടെന്നും നമ്മുടെ ആളുകൾ സ്വയം പ്രതിരോധിക്കുകയും അധിനിവേശം നിലനിൽക്കുന്നിടത്തോളം കാലം ആയുധങ്ങൾ ഉപേക്ഷിക്കുകയുമില്ല, നഖം കൊണ്ട് പോരാടിയാലും കീഴടങ്ങിയില്ല എന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ അബു ഉബൈദയെ വധിച്ചത്. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്ന ഉബൈദയെ വധിച്ചത് ഇസ്രായേൽ നിർണായക നേട്ടമായും കണക്കാക്കിയിരുന്നു. പട്ടാള യൂണിഫോമിൽ കണ്ണുകൾ മാത്രം കാണുന്ന രീതിയിലായിരുന്നു ഉബൈദ മാധ്യമങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നത്. ഓഗസ്റ്റ് 29-നാണ് ഇയാളുടെ അവസാന വീഡിയോ പുറത്തു വന്നിരുന്നത്. 2002-ലാണ് അബു ഉബൈദ ഔദ്യോഗികമായി ഹമാസിന്റെ ഭാഗമാകുന്നത്. അൽ ഖസാം ബ്രിഗേഡിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യം. 2005-ൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയ ശേഷം ഖസാം ബ്രിഗേഡിന്റെ വക്താവായി. അന്ന് മുതൽ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ആദ്യ കോളങ്ങളിൽ അബു ഉബൈദയുണ്ടായിരുന്നു. ഇയാളെ വകവരുത്താൻ ജബലിയിലെ വീടിന് നേരെ ഇസ്രായേൽ നിരവധി തവണ ബോംബാക്രമണം നടത്തിയിരുന്നു. 2008-ലും 2012-ലും 2014-ലും 2023-ലും ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ 4 തവണയും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. അബു ഉബൈദയ്ക്ക് പുറമെ യഹ്യ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ, മുഹമ്മദ് ഷബാന, റാദ് സാദ് തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ മരണവും ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അബു ഉബൈദ എന്ന പേര് ഹമാസിന്റെ പുതിയ വക്താവ് സ്വീകരിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലപ്പെട്ട വക്താവിന്റെ യഥാർത്ഥ പേര് ഹുദൈഫ സമീർ അബ്ദുള്ള അൽ കഹ്ലൂത്ത് എന്നായിരുന്നുവെന്ന് ഹമാസ് വെളിപ്പെടുത്തി. ഹമാസിനുള്ളിൽ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് സ്ഥിരീകരണം പുറത്തുവരുന്നത്. ഖലീൽ അൽ ഹയ്യ, ഖാലിദ് മിജാൽ എന്നിവരാണ് നേതൃനിരയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനികൾ. അതേസമയം ഇറ്റലിയിൽ ഹമാസിനായി ദശലക്ഷക്കണക്കിന് ഫണ്ട് സ്വരൂപിച്ച സംഭവത്തിൽ 9 ജീവകാരുണ്യ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു. മാഫിയ വിരുദ്ധ, തീവ്രവാദ വിരുദ്ധ യൂണിറ്റുകൾ ഏകോപിപ്പിച്ച ഒരു ഓപ്പറേഷനിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇറ്റലി ആസ്ഥാനമായിട്ടുള്ള ചാരിറ്റികൾ വഴി തീവ്രവാദ ഗ്രൂപ്പിന് ധനസഹായം നൽകിയെന്ന സംശയത്തിന്റെ പേരിൽ ഈ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. ഹമാസിൽ ഉൾപ്പെട്ടവരും ധനസഹായം നൽകിയവരും എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ മാനുഷിക ആവശ്യങ്ങൾക്കായി സ്വരൂപിച്ച ഏകദേശം 7 ദശലക്ഷം യൂറോ ഹമാസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് ഇവർ മാറ്റിയതായി പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. 8 ദശലക്ഷം യൂറോയിൽ കൂടുതൽ വില മതിക്കുന്ന സ്വത്തുക്കളും പോലീസ് പിടിച്ചെടുത്തു.